തിരുവനന്തപുരം പാലോട് ബൊട്ടാണിക്കൽ ഗാർഡൻ 80 തരം മുളകളുണ്ട്. ലോകത്ത് ഇതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി തരം മുളകളുണ്ട്. അതിൽ 80 എണ്ണം നമ്മുടെ നാട്ടിൽ നന്നായി വളരുന്നത്, നമുക്ക് വളർത്താനാവുന്നത്, ആകർഷകമായി സൂക്ഷിക്കാനാവുന്ന ഒക്കെ ഇവിടെയുണ്ട്. കഴിഞ്ഞ 10-30 കൊല്ലമായിട്ട് ഡോക്ടർ ഗോപകുമാർ ഈ മുളയുടെ പിന്നാലെയാണ് അല്ലേ? എങ്ങനെയാണ് എത്ര ഒരു പ്രാന്ത് വന്നത്? എത്തിച്ചേർന്നത് തികച്ചും ആകസ്മികമായിട്ടാണെങ്കിലും പിന്നീട് ഇതിനോട് വലിയൊരു ഇഷ്ടം തോന്നുകയും ഇന്നിപ്പോൾ ഇതിൻ്റെ ഒരു കസ്റ്റോഡിയനായിട്ട് മാറുകയും ചെയ്തിരിക്കുന്നു. കുറേ വർഷങ്ങളായിട്ട് കഴിഞ്ഞ 28 വർഷങ്ങളായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു. അപ്പോൾ ഈ മുളകളുടെ അതിൻ്റെ പ്രാധാന്യം ദിവസം ഇത് ലാത്തിമുള എന്ന് പറയും. ത്രിസോസ്റ്റാക്കിസ് ഒലിവറി എന്നാണ് ഇതിൻ്റെ പേര്. ഇത് തായ്ലൻഡിലൊക്കെയാണ് നേറ്റീവായിട്ട് കാണുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വളരെയധികം വ്യാപകമായിട്ട് കൾട്ടിവേറ്റ് ചെയ്ത് വരുന്നുണ്ട്. നല്ല ഫർണിച്ചറായിട്ട് ഉപയോഗിക്കാം, ഗാർഡൻ പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കാം. ഫർണിച്ചർ നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 30 വർഷം തുടർച്ചയായിട്ട് ഉപയോഗിക്കാം. അതല്ല ട്രീറ്റ് ചെയ്യാതെ ചെയ്യുകയാണെങ്കിൽ ഒരു 10 വർഷത്തോളം ആയുസേ ഉണ്ടാവുള്ളൂ. ബേസിൽ നോക്കിയാൽ അറിയാം, താഴ്ഭാഗത്തൊന്നും ശാഖകളില്ല, മുകളിൽ മാത്രമേ ശാഖകളുള്ളൂ. ഉള്ള ശാഖകളിൽ തന്നെ മുള്ളില്ല, ചെറിയ ഇലകളാണ്, കാണാൻ വളരെ ഭംഗിയാണ്. നമുക്ക് അതിൻ്റെ ചുവട്ടിലേക്ക് ഇരിക്കാനും കുറച്ച് ആസ്വദിച്ച് സമയം ചെലവഴിക്കാനും ഒക്കെ പറ്റിയ ഒരു ഇനമാണ്. മുള നടുന്നത് ഭയങ്കര ലാഭമെന്നാണ് പലരും പറയുന്നത്. മുള നടുന്നത് മാർക്കറ്റ് ഉറപ്പ് വരുത്താമെങ്കിൽ ലാഭം തന്നെയാണ്. പിന്നെ നമ്മൾ പരിസ്ഥിതി സംബന്ധമായിട്ട് അത് വളരെയധികം ലാഭമാണ്. കൂടുതലായിട്ട് ഓക്സിജൻ പുറത്തുവിടുന്ന ഒരു ചെടിയാണ്. കൂടുതൽ കാർബൺ ഡയോക്സൈഡ് അകത്തേക്ക് വലിച്ചെടുക്കുന്നുണ്ട്. പെട്ടെന്ന് വളരുന്നുണ്ട്. ഏറ്റവും വലിയ പുല്ലാണ്. ഏറ്റവും വലിയ പുല്ലാണ്. എത്ര തരം മുളകള് നിങ്ങൾ ഇവിടെ ഉണ്ട് പറഞ്ഞു, പക്ഷെ അതല്ല ലോകത്ത് എത്ര തരം? ലോകത്ത് 1600-ൽ പരം ഇനങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ ഏതാണ്ട് അതിൻ്റെ 80 എണ്ണം നമ്മൾ ഇവിടെ കൺസർവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പലതും അൺഐഡൻറ്റിഫൈഡ് ആണ്. നമ്മൾ അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഇതിൻ്റെ പൂവിടൽ ജീവിതകാലത്ത് ഒരിക്കൽ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അപ്പോഴും മാത്രമേ നമുക്കിത് ഏത് സ്പീഷീസ് ആണെന്ന് അറിയാൻ പറ്റും. പൂക്കുമ്പോഴേത് അറിയുള്ളൂ എന്ന് പറഞ്ഞു. ഒറ്റ തവണ പൂക്കണോടുകൂടി മുളയൊക്കെ പോവുകയും ചെയ്യില്ലേ? മുള പൂത്ത് കഴിഞ്ഞോടുകൂടി നശിക്കും. പക്ഷേ ആ പൂക്കുന്നത് ഒരു അവസരമാണ്. പൂക്കുന്ന സമയത്ത് ധാരാളം വിത്ത് ഉൽപ്പാദിപ്പിക്കും. ആ സമയത്ത് ധാരാളം ജീവികൾക്ക് ആഹാരം കിട്ടും. പിന്നെ മനുഷ്യർക്കും അത് ആഹാരമായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഈ വിത്തുകൾ പുതിയൊരു തലമുറയ്ക്ക് വഴിതെളിക്കുന്നു. ആ വിത്തുകൾ വീണിട്ടാണ് പുതിയ തലമുറയിലെ ചെടികൾ മുളച്ചു വരുന്നതും പുതിയ മുളം കൂട്ടങ്ങളാകുന്നതും. പിന്നെ അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ശാസ്ത്രജ്ഞന്മാർക്കും എല്ലാം അസുലഭമായിട്ടുള്ളൊരു അവസരമാണ്. അപ്പോൾ എന്തുകൊണ്ട് മുള പൂക്കുന്നത് ഒരു ശുഭസകുനമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. മിസോറാമിൽ മുള പൂത്തതിന്റെ പിന്നാലെയാണ് അവിടെ നോർത്ത് ഈസ്റ്റിൽ കലാപം തുടങ്ങിയ ഒരു കഥയുണ്ട്. മിസോ നാഷണൽ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ഫോം ചെയ്ത് ഈ മുളകളുടെ പൂക്കലിനെ ഗവൺമെന്റ് വേണ്ടത്ര രീതിയിൽ പ്രതിരോധിച്ചില്ല എന്നുള്ള ഒരു പരാതിയോടുകൂടിയാണ് MNF രൂപീകൃതം. അവരുടെ വിശ്വാസപ്രകാരം ഇപ്പോഴും ഈ മുള പൂക്കുന്നത് ദുശകുനമായിട്ടാണ്, ക്ഷാമം ഉണ്ടാവുമെന്നാണ് അവരെ വിശ്വസിക്കുന്നത് വിശ്വാസപ്രകാരം. പക്ഷെ ഇപ്പോൾ അത് പല രീതിയിൽ നമുക്ക് ഇതിന്റെ കായ്കളെ ഉപയോഗിക്കാമെന്നും എലികളുടെ വംശവർദ്ധന തടയാമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ TBGRAയിലെ തന്നെ ഗവേഷണത്തിലൂടെ നമ്മൾ ഈ വലിയ കായ ഉണ്ടാകുന്ന മുളയാണ് കൂടുതൽ എലിയുടെ വംശവർദ്ധനവിന് കാരണമാവുന്നത്. അത് ഉപയോഗപ്രദമായിട്ട് നമുക്ക് ഭക്ഷണത്തിൽ ചേർത്ത് ഉപയോഗിക്കാമെന്നും അങ്ങനെ ഇതിന്റെ കായ്കളുടെ ദോഷഫലങ്ങളെ ഒഴിവാക്കാമെന്നും എലിയുടെ വംശവർദ്ധന തടയാമെന്നും കണ്ടെത്തിയിട്ടുണ്ട്.